ബംഗാളിൽ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ്. ബംഗാളിൽ വീണ്ടും ചുവപ്പ് വസന്തം. ബംഗാൾ മാറുകയാണ് ഇപ്പോൾ. തൃണമൂൽ കോൺഗ്രസിൻ്റെ പതനം CPM-ൻ്റെ ഉയിർത്തെഴുന്നേൽപ്പായി മാറി. തൃണമൂൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായ മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയെ തെരുവിൽ വെച്ച് BJP-ക്കാർ കയ്യേറ്റം ചെയ്തു. മറ്റൊരു MP-യായ കല്യാൺ ബാനർജിക്കും BJP-ക്കാരിൽ നിന്ന് വൃത്തിയായി അടികിട്ടി. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുകയാണ് തൃണമൂൽ പ്രവർത്തകരും അവിടുത്തെ മുസ്ലിങ്ങളും. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായ ഫാർത്തെ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി 1 ലക്ഷത്തോളം വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് CPM സ്ഥാനാർത്ഥി എത്തി. CPM സ്ഥാനാർത്ഥിക്ക് അവിടെ 30% വോട്ട് നേടാൻ കഴിഞ്ഞു. അവിടുത്തെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി തൃണമൂൽ വിട്ട് CPM-ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ഇടതുപക്ഷത്തേക്ക് ചായുകയാണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഹൈന്ദവ വോട്ടുകളും ഇടതുപക്ഷത്തേക്ക് മാറുന്നുണ്ടെന്ന് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ അവിടുത്തെ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പറഞ്ഞു. CPM പാർട്ടി ഓഫീസുകൾ തൃണമൂലിൻ്റെ പതനത്തോടെ വീണ്ടും തുറക്കുകയാണ്. തൃണമൂൽ ഗുണ്ടകൾ കയ്യേറിയ പാർട്ടി ഓഫീസുകൾ വീണ്ടും തുറക്കുന്നത് പാർട്ടി വീണ്ടും തിരിച്ചു വരുന്നതിൻ്റെ സൂചനയാണ്. അതേസമയം മമതാ ബാനർജി അനിവാര്യമായ തകർച്ചയുടെ ഘട്ടത്തിലാണെന്നും ബംഗാളിലെ CPM അനുഭാവി പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു. മമതാ ബാനർജി വീട്ടിൽ 80 MLA-മാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ എത്തിയത് വെറും 20 MLA-മാർ. യോഗം നടത്താതെ പിരിച്ചുവിടേണ്ടി വന്നു മമതാ ബാനർജിക്ക്. തൃണമൂൽ കോൺഗ്രസ് അനിവാര്യമായ പിളർപ്പിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണത്. മമതാ ബാനർജി BJP അതിക്രമങ്ങൾക്കെതിരെ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങാൻ തൃണമൂൽ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആ പ്രവർത്തകരെ നയിക്കാൻ നേതാക്കളില്ല. തൃണമൂൽ പ്രവർത്തകർ, മുൻകാലത്ത് തൃണമൂൽ ഗുണ്ടകളായിരുന്ന പ്രവർത്തകർ ഓരോന്നോരോന്നായി ജയിലിലടയ്ക്കപ്പെടും. ഇടതുപക്ഷത്തെ തകർക്കാൻ മമതാ ബാനർജി ഉപയോഗിച്ച ഗുണ്ടാരാജ് അതേപടി BJP തിരിച്ച് ഉപയോഗിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, തൻ്റെ യോഗത്തിൽ പങ്കെടുക്കാത്ത, താൻ വിളിച്ച് ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാത്ത 2 MLA-മാരെ മമതാ ബാനർജി പുറത്താക്കി എന്നതാണ്. 15 വർഷമാണ് മമത ബംഗാളിനെ അടക്കി ഭരിച്ചത്. അവിടുത്തെ CPM നേതാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടും CPM പ്രവർത്തകരുടെ വീടുകൾ തകർത്തുകൊണ്ടും CPM പ്രവർത്തകരുടെ വീട്ടിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുകൊണ്ടും തൃണമൂൽ ഗുണ്ടകൾ അഴിഞ്ഞാടിയപ്പോൾ മമതാ ബാനർജി കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിച്ചു. ബുദ്ധദേവ് ഭട്ടാചാര്യയായിരുന്നു അന്ന് അവിടുത്തെ CPM നേതാവ്. ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് ഫലപ്രദമായി ഇത് തടയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും മീനാക്ഷി മുഖർജിയും ഒക്കെ CPM-ന്റെ നവമുഖങ്ങളായി മാറും. ബംഗാളിലെ കോളേജുകളിൽ SFI വീണ്ടും ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. വീണ്ടും CPM ഉയർത്തെഴുന്നേൽക്കുകയാണ് ബംഗാളിൽ. അടുത്ത 5 വർഷം കഴിയുമ്പോൾ മുഖ്യ പ്രതിപക്ഷമായി CPM മാറുമെന്ന ആത്മവിശ്വാസം ബംഗാളിലെ CPM അനുഭാവികൾക്കുണ്ട്. ഒരുപാട് മലയാളികൾ ബംഗാളിലുണ്ട്. അവരൊക്കെ CPM-ന്റെ തകർച്ചയോർത്ത് പരിതപിക്കുന്നവരാണ്. അവരെല്ലാം പൊളിറ്റിക്സ് കേരളയെ വിളിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. അവർ പറയുന്നത് ബംഗാളിലെ ഗ്രാമങ്ങളിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങി എന്നാണ്. അത് നഗരങ്ങളിലേക്ക് അടിച്ചു തുടങ്ങി എന്നാണ്. ബംഗാളിൽ മമതയുടെ ബുൾഡോസർ രാജിന് പകരം BJP ബുൾഡോസർ രാജ് കൊണ്ടുവന്നപ്പോൾ, മുസ്ലിങ്ങളുടെ കടകളൊക്കെ ഇടിച്ച് നിരത്തിയപ്പോൾ, അനധികൃത നിർമ്മാണം എന്ന് പറഞ്ഞ് ഇടിച്ചു നിരത്തിയപ്പോൾ അവർക്ക് നിയമപരമായി സംരക്ഷണം നൽകാൻ CPM പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇപ്പോൾ CPM-ൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. മമതാ ബാനർജിയുടെ നിറകെട്ട രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു. മമതാ ബാനർജിക്കും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അധികാരം നഷ്ടപ്പെട്ടാൽ, കാടൻ നിയമങ്ങൾ കയ്യിലെടുത്താൽ
ജനം ഒരു കാലത്ത് വലിച്ചെറിയും കുപ്പത്തൊട്ടിയിൽ. അത് മമതാ ബാനർജി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബംഗാൾ വീണ്ടും ചുവന്ന് തുടുക്കുന്നു.